നമസ്കാരം. പുതിയൊരു ബിസിനസ് അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ബിസിനസ് മാർക്കറ്റിലെ ട്രെൻഡിനനുസരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ബിസിനസ്സുകൾക്ക് എന്താണ് സംഭവിക്കുക. ബിസിനസ്സുകൾ ചില പ്രയാസങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ട്രെൻഡുകൾക്കനുസരിച്ച് നമ്മൾ യാത്ര ചെയ്തിട്ടില്ലെങ്കിൽ. എന്താണ് ഈ ട്രെൻഡ് എന്ന് പറയുന്നത്? അതത് കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ഉപഭോക്താക്കൾ തയ്യാറാകും. ആ ഉപഭോക്താവിൻ്റെ ആവശ്യത്തെ പരിഗണിക്കാതെ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ഉപഭോക്താക്കളിലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ട് ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകുന്ന രീതി ഇന്ന് ബിസിനസ്സുകളിൽ നമ്മൾ കാണാറുണ്ട്. കാരണം മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ ബിസിനസ്സിൽ വീണ്ടും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ആ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് പുതിയ ട്രെൻഡിലേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങളെയും നമ്മുടെ ബിസിനസ്സിനെയും നമുക്ക് എത്തിക്കാൻ കഴിയുക. ഇങ്ങനെ പോകുന്ന പ്രശ്നങ്ങളെ നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? ഇൻവെസ്റ്റ്മെൻറ്റിനെ നമ്മൾ കൊണ്ടുവരാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ ആ ട്രെൻഡിനനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോകാൻ തയ്യാറാകില്ല. ഇത് ബിസിനസ്സിൻ്റെ ഒരു അധിക ചിലവായിട്ടാണ് പല ബിസിനസ്സുകാരും കാണാറുള്ളത്. എന്നാൽ ഇങ്ങനെ നമ്മൾ പോകുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? നമ്മളുടെ നിലവിലുള്ള ഉപഭോക്താക്കളെ നമുക്ക് നഷ്ടപ്പെടുകയും പുതിയ ഉപഭോക്താക്കളെ നമുക്ക് ലഭിക്കാതെ വരികയും ചെയ്യും. ഇതിന് നമ്മൾ ചെയ്യേണ്ടത് മാർക്കറ്റിൽ എന്താണോ ട്രെൻഡായിട്ട് നിലനിൽക്കുന്നത് അതിലെ യുണീക്കായിട്ടുള്ള മാറ്റങ്ങളെ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാകുക. അതിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബിസിനസ്സിനെ നമുക്ക് ട്രെൻഡിനനുസരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാനും പുതിയ ഉപഭോക്താക്കളെ ആകർഷിക്കാനും നിലവിലുള്ള ഉപഭോക്താക്കളെ നിലനിർത്താനും നമുക്ക് കഴിയും. ഇതുപോലുള്ള പുതിയ ബിസിനസ് അറിവുകൾ നിങ്ങൾക്ക് നേടുവാൻ വേണ്ടി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഓപ്പൺ ചെയ്ത് വെക്കുക. ഞാനിടുന്ന വീഡിയോകൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഉടൻ തന്നെ എത്തുകയും ചെയ്യും. താങ്ക് യു.